ഹലോ ഫ്രണ്ട്സ്, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പൊ നമ്മളെല്ലാവരും NIOSന്റെ ഒക്ടോബർ ബാച്ച് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക അല്ലേ? എക്സാം എഴുതാനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക അല്ലേ? അപ്പൊ പ്രിപ്പയർ ചെയ്യാത്തവര് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം കേട്ടോ. നമുക്ക് ഇന്ന് എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എത്ര മാർക്കിനായിരിക്കും ചോദ്യങ്ങൾ വരിക, ഏതൊക്കെയാണ് നമ്മൾ എക്സാമിന് എഴുതേണ്ടത്, എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് മാത്തമാറ്റിക്സ് NIOS മാത്തമാറ്റിക്സിന്റെ 311 കോഡ് വരണം നിങ്ങളുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 ആണ് നമ്മുടെ മാക്സിമം മാർക്ക്. ടൈം എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 100 മാർക്കിന്റെ എക്സാം എഴുതി തീർക്കണം? 3 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കണം. അവിടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാ? 33% ആണ്. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 45 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ നമുക്ക് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എഴുതണം, എല്ലാം കമ്പൽസറി ആണ്. ഇതില് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. സെക്ഷൻ എയിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 to 20 നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താണ് മക്കളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നൊന്ന് നോക്കിക്കേ മക്കളെ. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. The coordinates of the midpoint of A and B. A-ന്റെ എത്രയാ? 4 -1 ഉം B 7 2 ആണ് അല്ലേ? അതിന്റെ ഏതാണോ ശരി ഉത്തരം എന്നുള്ള 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഇതിൽ ഏതോ ഒന്നാണ് ശരി ഉത്തരം. അപ്പൊ ആ ശരി ഉത്തരം ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് എഴുതുന്നതാണ് എന്ത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിന്റെ മാർക്കിംഗ് സ്കീം എത്രയാണ് മാർക്ക് അതിന് വരുന്നത്? 1 മാർക്കാണ്. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ്? 20 വരെ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 21 തൊട്ട് 29 വരെ സെക്ഷൻ എയിൽ തന്നെ ഏതാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് മക്കളെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? നോക്കിക്കേ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. മാച്ച് ദി ഫോളോയിങ് ആണ് അല്ലെ ഇവിടെ 21 എന്ന് പറയുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിരിക്കാം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിരിക്കാം, ട്രൂ ഓർ ഫോൾസോ ആയിരിക്കാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നത്. നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 1 ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ മാച്ച് ദി ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മാർക്ക് എത്രയാ? 1 into 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര മാർക്കാ? 2 മാർക്കാണ് അല്ലേ. ഇവിടെ നമ്മൾ ഈ ഓർഡർ ഓഫ് മെട്രിക്സ് മാത്രമാണ്, മെട്രിക്സ് AB മാത്രമാണ് മാർക്ക് ചെയ്തെങ്കിൽ, മാച്ച് ചെയ്തെങ്കിൽ നമുക്ക് എത്ര മാർക്കായിരിക്കും കിട്ടുക? 2ല് 1 മാർക്ക് മാത്രമേ കിട്ടൂ. 2ഉം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ? 2 മാർക്ക് കിട്ടൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 സബ് വരണതാണ് അത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഒന്ന് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് 2 മാർക്ക് കിട്ടും എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കേ 22ാമത്തെ ചോദ്യം 22nd ചോദ്യത്തിന് എന്തുണ്ട്? 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ മാർക്ക് എത്രയാണ്? 1 into 2 തന്നെയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ സെക്ഷൻ എയിൽ വരണേ എന്ത്? സെക്ഷൻ എയിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലും വരുന്നത്. ഇനി നോക്കിക്കേ സെക്ഷൻ B ആണെങ്കിൽ അവിടെ എന്താ പറയണത്? ക്വസ്റ്റ്യൻ നമ്പർ 30 to 45 ആണ് സെക്ഷൻ Bയിൽ വരുന്നത്. ഇതിനൊക്കെ എന്താ നമ്മൾ സെക്ഷൻ Aനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? മൾട്ടിപ്പിൾ ചോയ്സും ഒബ്ജക്റ്റീവും. സെക്ഷൻ Bനെ നമ്മൾ 3 ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ. ഓക്കെ, അപ്പൊ നോക്കിക്കേ നമുക്ക് വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ നമുക്ക് വേണ്ടി വരൂ? എത്ര മാർക്കിന് മാത്രമേ എഴുതേണ്ടി വരൂ? അപ്പൊ വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ നമ്മുടെ സെക്ഷൻ Bയില് 30th ക്വസ്റ്റ്യൻ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. 30th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയാണ് ചോദിക്കുന്നത്. അതിന് എത്ര മാർക്കാണ്? 2 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്? നമ്മൾ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ഇനി ഇവിടെ എന്താണ്? ഒരു ഓർ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണോ 2 ക്വസ്റ്റ്യൻസിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് അത് മാത്രം എടുത്തെഴുതിയാൽ മതി കേട്ടോ. 2ഉം എഴുതണം എന്നില്ല. ഓർ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് മാത്രം എഴുതുക. ഇനി വെരി ഷോർട്ട് ആൻസർ അല്ലാതെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര മാർക്കിനാണ്? 2 മാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എത്ര മാർക്കാണ്?
4 മാർക്കാണ്. അതല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതലായിട്ട് അറിയുന്നത് അതെടുത്ത് എഴുതുക. അപ്പൊ 4 മാർക്കിന്റെ ചോദ്യം അറിഞ്ഞു, 2 മാർക്കിന്റെ ചോദ്യം അറിഞ്ഞു. ഇനി ഇതൊന്നും അല്ലാതെ എന്തും കൂടെ ഉണ്ട്, 6 മാർക്കിനുള്ള ചോദ്യം ഉണ്ട്. വെരി ഷോർട്ട് ആൻസർ ആണെങ്കിൽ അതിന് എത്ര മാർക്കാണ്, 2 മാർക്കാണ്. ഷോർട്ട് ആൻസർ ആണെങ്കിൽ 4 മാർക്കാണ്. ഇനി ലോങ് ആൻസർ ആണെങ്കിൽ അവിടെ എത്ര മാർക്കാണ്, 6 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, എത്ര മാർക്കിന്റെ ആണ് സെക്ഷൻ ബിയിൽ വരുന്ന സമയത്ത് എത്ര മാർക്കിനാണ് ആ ചോദ്യം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം സെക്ഷൻ എയിലാണെങ്കിൽ ഒരുപാട് സബ് പാർട്സ് ഉണ്ടാകാം. 6 സബ് പാർട്സ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ടോട്ടൽ ആ ഒരു ചോദ്യത്തിന് 6 മാർക്കായിരിക്കാം. അപ്പൊ സബ് പാർട്സ് ഉണ്ടോ നോക്കുക, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കുക. ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം എന്ന് പറയുന്നത് എന്താ, ഏതൊക്കെ പോർഷൻസ് ആണ് വരിക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടാവുക, ഇതൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ഫ്യൂച്ചർ പ്ലസിന്റെ ലൈവും റെക്കോർഡിങ്സും സൂം ലൈവും യൂട്യൂബ് ലൈവും ഒക്കെ വരാൻ പോകുന്നുണ്ട്. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നുമല്ല, നമ്മുടെ ഫ്യൂച്ചർ പ്ലസിന്റെ ടർബോ ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിക്കുക, എന്നിട്ട് അഡ്മിഷൻ എടുക്കുക. എല്ലാം നമ്മുടെ ലൈവിലൂടെയും അല്ലാതെ ആപ്പിലൂടെയും ഒക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ എക്സാം നന്നായിട്ട് എഴുതുക. ഓൾ ദ ബെസ്റ്റ്.